കർത്താവിന്റെ നാമത്തിന് മഹത്വം. നമുക്ക് ഒരു പ്രാവശ്യം കൂടെ ചിക്കാഗോ പ്രയർ ലൈൻ ഈ സൂം ഫ്ലാറ്റുകളിൽ കൂടി വന്ന് പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഒക്കെ നമുക്ക് സാവകാശങ്ങളെ ദൈവം നമുക്ക് നൽകി. തുടർന്ന് നാം ദൈവത്തിന്റെ വചനം ശ്രവിക്കാനായിട്ട് പോവുകയാണ്. വളരെ പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസനിലായിരിക്കാം. അനുഗ്രഹീതനായ ദേവദാസൻ സുനിൽ കുമാർ അവറുകൾ ഈ ചിക്കാഗോ പ്രയറിന്റെ ആരംഭ സമയം മുതൽ ഈ പ്രയറിനോട് ചേർന്ന് നിന്ന് ദൈവവചനം സംസാരിക്കുകയും പ്രാർത്ഥന ലീഡ് ചെയ്യുകയും അതുപോലെ അവർ ഫാമിലിയായി കുടുംബമായിട്ട് ഈ പ്രയർ ലൈന് ഒരു അനുഗ്രഹമായിരിക്കുന്നു. പ്രത്യേകിച്ച് സുനിൽ പാസ്റ്ററെ കുറിച്ച് ഒരു വാക്ക് പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ദൈവത്തിന്റെ വലിയ കരുതലും ദൈവത്തിന്റെ വലിയ അനുഗ്രഹവുമുള്ള ഒരു ദൈവദാസനാണ്. പ്രത്യേകിച്ച് ചില വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ശാരീരികമായ ചില പ്രയാസങ്ങളോടെ ഞാൻ പാർക്കുന്ന ഇടത്ത് വന്നു. ഞങ്ങൾ ഒരുമിച്ച് ഹോസ്പിറ്റലിൽ കടന്നു ചെന്ന സമയം ഒരു വിശദമായ ചെക്കപ്പും കാര്യങ്ങളുമൊക്കെ നടന്നു. അന്നുണ്ടായിരുന്ന ഡോക്ടർ എന്നോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. അദ്ദേഹത്തിന് ക്യാൻസറാണ്, അതുകൊണ്ട് അത് ബ്രെയിനിലാണ്, അത് ഓപ്പറേറ്റ് ചെയ്യണം. അത് ചെയ്താൽ പോലും ജീവിച്ചിരിക്കുമോ, അല്ലെങ്കിൽ ജീവിച്ചിരുന്നാൽ ഒരു സൈഡ് തളർന്ന് പാരലൈസായി മാറും എന്ന നിലയിലുള്ള വാർത്ത കേൾക്കാനിടയായി. അദ്ദേഹത്തെ ഈ ചിക്കാഗോ പ്രയലനുമായിട്ടാണ് അന്ന് കണ്ടത്. ആദ്യമായിട്ട് കാണുന്നത് അങ്ങനെയാണ്. എന്നാൽ അത് കേട്ട് കഴിഞ്ഞപ്പോൾ അല്പമല്ലാത്ത അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടായി. എന്നാൽ ദൈവജനത്തിന്റെ പ്രാർത്ഥനയും ഒക്കെ അതിന്റെ പിന്നിലുണ്ടായിരുന്നു. ഇന്നും വളരെ ശക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്നു, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നു. താൻ ആരോഗ്യവാനായിട്ട് തനിക്ക് കർത്താവിന് വേണ്ടി എന്തെല്ലാം ചെയ്യും കഴിയുമോ അതെല്ലാം താൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുടുംബമായിട്ട് ദൈവം അവരെ അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ. തുടർന്നുള്ള ദൈവവചന ശുശ്രൂഷയ്ക്കായി പ്രിയ ദൈവദാസൻ സുനിൽകുമാർ പാസ്റ്ററെ ക്ഷണിക്കുന്നു. അനന്തരം ഈ മെസ്സേജ് കഴിഞ്ഞ ശേഷം പ്രിയ അനീഷ് പാസ്റ്ററെ കൺക്ലൂഡ് ചെയ്ത് പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് അവസാനിപ്പിക്കും. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദിവസങ്ങളായിരിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ ഈ കൂട്ടായ്മ ലീഡ് ചെയ്തതായ കർത്താവിൻ്റെ ദാസനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. നമ്മൾ എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ കടന്നു വന്നതുപോലെ തന്നെ ഇന്നും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. തിരുവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പലപ്പോഴും ഇത് ലീഡ് ചെയ്യുന്നൊരു ഉത്തരവാദിത്തമാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. എങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് ദൈവാത്മാവിനെ ഹേമിപ്പിക്കുകയാണ്, തിരുവചനം സംസാരിക്കണമെന്നുള്ള ഒരു ചിന്ത തരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പ്രാർത്ഥനയോടുകൂടി സ്വയസമർപ്പണത്തോടുകൂടി ദൈവസന്നിധിയിലായിരിക്കും. ദൈവിക അനുഗ്രഹങ്ങളാൽ കർത്താവ് നമ്മെ നിറയ്ക്കട്ടെ. ദിനവും വ്യത്യസ്തമായ ദൂതുകൾ ദൈവത്തിൻ്റെ വ്യത്യസ്ത ദാസിദാസന്മാരിലൂടെ ദിനവും നമ്മൾ ശ്രവിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. നമുക്കൊരിക്കലും ആ ഒരു വ്യക്തിയേക്കാൾ ഈ വ്യക്തി നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. കാരണം വചനമാണ് ദൈവം നമ്മുടെ മധ്യേ പ്രവർത്തിക്കുന്നത്. തിരുവചനത്തിൽ 119 സങ്കീർത്തനം അതിൻ്റെ 17, 18, 19 തീയതി വചനങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് അടിയന് നന്മ ചെയ്യണമേ എന്നാൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. നിന്റെ ന്യായ പ്രമാണത്തിൽ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. ഞാൻ ഭൂമിയിൽ പരദേശിയാകുന്നു, നിന്റെ കൽപ്പനകളെ എനിക്ക് മറച്ചു വയ്ക്കരുത്. ഇവിടെ തിരുവചനത്തെക്കുറിച്ചുള്ളതായ ഒരു സന്ദേശമാണ് കർത്താവിൻ്റെ വചനത്തിലൂടെ തന്നിരിക്കുന്നത്.
ഒന്ന് പറഞ്ഞിരിക്കുന്നത് ജീവിച്ചിരിക്കേണ്ടതിന് നന്മ ചെയ്യണം. ദൈവിക നന്മയില്ലാതെ ജീവനില്ല. ജീവിച്ചിരിക്കുന്നുവെങ്കിൽ ഞാൻ നിന്റെ വചനം പ്രമാണിക്കും. രണ്ടാമത്തെ കാര്യം, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ എന്നാണ് ഇവിടെ തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഈ ബൈബിളിലെ ഏറ്റവും വലിയ അധ്യായം എഴുതുന്നതായ സമയത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വൈവിധ്യമാർന്ന അനുഭവങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് തൻ്റെ അനുഭവങ്ങളിൽ ചാലിച്ച് എഴുതിയതായ ഭാഗങ്ങളാണ് സങ്കീർത്തനങ്ങളും മറ്റെല്ലാ കാര്യങ്ങളും. തിരുവചനത്തിൽ പറയുന്നത്, ദുഃഖിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ, സന്തോഷമുള്ളവർ പാട്ടുപാടി കർത്താവിന് വേണ്ടി പാടട്ടെ എന്ന് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. എന്നാൽ സന്തോഷവും ദുഃഖത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിയുടെയും സമ്മിശ്രമായ അവസ്ഥകളിലും ദാവീദ് കർത്താവിനെ ആരാധിക്കുവാൻ ഇടയായിത്തീർന്നു. ഇവിടെ ദൈവസന്നിധിയിൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ കാണണമെങ്കിൽ കർത്താവ് കണ്ണ് തുറക്കണമെന്നുള്ളതാണ് തിരുവചനത്തിൽ കാണുന്നത്. ഇതിന് പല കാര്യങ്ങളും ദൈവവചനത്തിൽ നിന്ന് നമുക്ക് ശ്രദ്ധിക്കുവാനായിട്ടുണ്ട്. പലരും കാണേണ്ടതെല്ലാം ശരിയായിട്ട് കാണാത്ത രീതിയിൽ അവർക്കൊരു ആത്മിക അന്ധത പിടിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ എലീശയുടെ കൂടെ പാർത്തിരുന്നതായ ഒരു ശിഷ്യൻ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ കണ്ടത് ആറാം രാജാവ് സേന മൊത്തം എലീശയുടെ പാളയം അടിച്ചിരിക്കുന്ന എലീശയുടെ ആശ്രമത്തിന് ചുറ്റും. എന്തു കാര്യത്തിനാണ് ഇറങ്ങിയതെന്ന് അറിയില്ല. പക്ഷേ അത് വിട്ടിട്ട് അദ്ദേഹം കരഞ്ഞുകൊണ്ട് എലീശയുടെ അടുക്കൽ ചെന്ന് പറഞ്ഞു, ആറാം രാജാവിൻ്റെ സേന നമുക്ക് ചുറ്റും പാളയം. കാരണം ഇതാണ്, ഇസ്രായേലിൽ നെതിരെ ശത്രു സൈന്യം യുദ്ധം ചെയ്യുവാൻ വരുമ്പോൾ മുന്നമേ ദൈവം നമ്മുടെ എലീശയോട് കാര്യം മുന്നമേ പറയും. അദ്ദേഹം രാജാവിനോട് കാര്യം പറയും. അപ്പോൾ വരുന്ന സൈന്യത്തിന് വളരെ ഒരു പരാജയമുണ്ടാകുന്നു. അപ്പോൾ ആറാം രാജാവ് തൻ്റെ രാജസഭ കൂടിയപ്പോൾ ഈ കാര്യം ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് നമ്മളിങ്ങനെ തോൽക്കുന്നു ഇസ്രായേലിയർ? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു വ്യക്തി പറഞ്ഞു, നമ്മൾ രാജഗൃഹത്തിൽ സംസാരിക്കുന്ന കാര്യം വരെ എലീശയ്ക്ക് വെളിപ്പെട്ട് എലീശ മുഖാന്തരമാണ് ഈ കാര്യങ്ങളെല്ലാം രാജാവ് അറിഞ്ഞ് അതിനു മുൻപേ മുന്നൊരുക്കം ചെയ്ത് നമ്മെ തോൽപ്പിക്കുന്നതെന്ന് പറയുവാനായിട്ട് ഇടയായിത്തീർന്നു. എന്നാൽ രാജാവ് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം രഹസ്യമായി അറിയുന്ന എലീശയ്ക്ക് നേരെ നമുക്ക് പാളയമിറങ്ങാം. തന്നെ വധിക്കുകയാണെങ്കിൽ പിന്നെ ഈ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാഹചര്യത്തിലാണ് എലീശയുടെ ആശ്രമത്തിന് ചുറ്റുമായിട്ട് ഇങ്ങനെ
പാളയം ഇറങ്ങുവാനായിട്ടിടയായി തീർന്നത്. സ്തോത്രം. എന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഈ പ്രവാചക ശിഷ്യൻ ഭയന്ന് വിറച്ച് എലീശയുടെ മുമ്പിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എലീശ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. ദൈവമേ, ഇവന്റെ കണ്ണുകളെ തുറക്കണമേ എന്ന് പറഞ്ഞു. കണ്ണ് തുറന്നു കഴിഞ്ഞ് ചെന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ആറാം സൈന്യത്തിന് ഇസ്രായേലിന്റെ പ്രവാചകനായ എലീശയുടെ അടുക്കലേക്ക് വരാൻ പറ്റാതെ വണ്ണം ദൈവിക ദൂതന്മാരുടെ ഒരു വലിയ സൈന്യം തന്നെ മധ്യേ നിലനിൽക്കുന്നതായിട്ട് കണ്ടു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എല്ലാവരുടെയും ആത്മിക കണ്ണ് തുറക്കണമെന്നില്ല. ഒരുപക്ഷെ അവൻ ദൈവവേല ചെയ്യുന്ന ഒരു ഭക്തനായിരിക്കാം. പക്ഷെ ആ ഒരു ആത്മിക അനുഭവത്തിലേക്ക് കടന്നു വരാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. എന്നാൽ എലീശയുടെ ഒരു പ്രാർത്ഥന മുഖാന്തരമായിട്ട് അത് നമുക്ക് കാണുവാൻ സാധിക്കും, അങ്ങനെ നടന്നതായിട്ട്. ശേഷം നമുക്ക് കാണുവാൻ സാധിക്കും കർത്താവ് എങ്ങനെയാണ് അവിടെ നിന്ന് ആ സേനയെ തുരത്തിയത് എന്ന് ഉള്ളതെല്ലാ കാര്യങ്ങളെല്ലാം. ദൈവമക്കളെ, ദൈവദാസിദാസന്മാരെ, പലപ്പോഴും നമ്മുടെ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ അധികമായിട്ടുള്ള സത്യമായ കാര്യങ്ങൾ അകക്കണ്ണുകൊണ്ട് കാണേണ്ടതുണ്ട്, വിശ്വാസ കണ്ണുകളാൽ കാണേണ്ടത്. നമ്മുടെ ഈ വേദപുസ്തകത്തെ കുറിച്ച് പറയുമ്പോൾ അത്ഭുതങ്ങളുടെ ഒരു പുസ്തകമായിട്ടാണ് എനിക്കിത് കാണുവാൻ സാധിക്കുന്നത്. ദൈവം തൻ്റെ സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ മനുഷ്യരായ നമുക്ക് അത് നമ്മുടെ ചിന്തയ്ക്കോ നമ്മുടെ വിചിന്തനത്തിനോ അപ്പുറമായ കാര്യമായതിനാൽ നമുക്കത് അത്ഭുതമായി മാറുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾ തിരുവചനത്തിൽ ഇങ്ങനെ പല ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. ഏലിയാവ് 8 അത്ഭുതങ്ങൾ തൻ്റെ ജീവിതത്തിലൂടെ ചെയ്തു കഴിഞ്ഞപ്പോൾ 16 അത്ഭുതങ്ങൾ തൻ്റെ ഇരട്ടി പങ്ക് പ്രാപിച്ചതായ എലീശയിലൂടെ കർത്താവ് ചെയ്തെടുക്കുന്നു. നമുക്ക് കാണാം, എലീശയുടെ ഒരു 15 അത്ഭുതങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എലീശ മരണപ്പെട്ടു. പക്ഷേ കർത്താവിന്റെ വചനം ഒരിക്കലും ഭോഷ്ക് പറയത്തില്ല. കർത്താവിന്റെ വാഗ്ദത്തം ഒരിക്കലും ഭോഷ്കായി ഭവിക്കത്തില്ല. അത് സത്യമായിരിക്കും. അത് എപ്പോഴും നിലനിൽക്കുന്നതായിരിക്കും. ദൈവവചനത്തിൽ കള്ളമില്ല, കപടമില്ല. അപ്പോൾ ഈ സാധാരണ ചെയ്യുന്ന പോലെ എലീശ ഒരു കല്ലറയിൽ കൊണ്ട് അടക്കുവാനും, അതുപോലെ തന്നെ ആ കല്ലറ അങ്ങനെ കിടന്നിരുന്നു. എന്നാൽ വളരെ വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ ഒരു യൗവനക്കാരൻ മരിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ ശവമായിട്ട് വരുമ്പോൾ ശത്രു സൈന്യം വരുന്നത് കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ കല്ലറയിലേക്ക് ഈ ശവം അവർ അടയ്ക്കില്ല, ഇന്ന് എറിഞ്ഞിട്ട് പോകാനായിട്ട് ഇടയായി തീർന്നു. ദൈവഹിത പ്രകാരം ആ യൗവനക്കാരന്റെ ശവം വീണത് എലീശയുടെ അസ്ഥികളുടെ മേളിലേക്കാണ്. അസ്ഥികളുടെ മേളിലേക്ക് എലീശയുടെ അസ്ഥികളുടെ മേളിലേക്ക് യൗവനക്കാരന്റെ ശവശരീരം വീണ് കഴിഞ്ഞപ്പോൾ അവൻ പുനർജീവിക്കപ്പെട്ടു, ഉയർത്തപ്പെട്ടു. എനിക്കിങ്ങനെ ചിന്തിക്കുവാൻ കഴിയുന്നത്, ഈ ഓടിക്കൊണ്ടിരുന്ന ജനം പുറകോട്ട് നോക്കിയിരുന്നു, എൻ്റെ അടക്കിയിരിക്കുന്ന വ്യക്തി പുറകെ ഓടി വരുന്നു. അവരുടെ അവസ്ഥ നോക്കിയേ.
ശത്രു സൈന്യത്തെ കണ്ട് പേടിച്ചോടുന്നവർ, മരിച്ചവനൊരാൾ പുറകെ ഓടി വരുമ്പോൾ അവരുടെ ആ മാനസികാവസ്ഥ എനിക്ക് ഇപ്പോഴും ചിന്തിക്കുവാൻ പറ്റുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇപ്രകാരമുള്ള വലിയ അത്ഭുതങ്ങൾ കർത്താവ് സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നു, എന്നാൽ നമുക്കത് അത്ഭുതമാകുന്നു. ഇവിടെ അത് കാണണമെങ്കിൽ നമ്മുടെ കണ്ണൊന്ന് തുറക്കണം. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്നു, തിരുവചനത്തിൽ പറയുന്നു, ദാവീദ് പറയുകയാണ്, കർത്താവേ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണമായി എൻ്റെ കണ്ണുകളെ ഒന്ന് തുറക്കണമേ. എന്നാൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ കണ്ണുകൾ എപ്രകാരമാണ് തുറന്നിരിക്കുന്നത്? ചിലർക്ക് കാഴ്ച വൈകല്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു കാര്യം തന്നെ പല വ്യക്തികളായിട്ട് ഒരു വ്യക്തിയെ കാണുവാൻ പറ്റും, അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ മറ്റൊരു രീതിയിൽ കാണുവാൻ പറ്റും. ഒരിക്കൽ കർത്താവായ യേശു ക്രിസ്തു ഒരു വ്യക്തിയെ, ഒരു കുരുടനെ സൗഖ്യമാക്കുന്ന സമയത്ത് അവനോട് പറഞ്ഞ ഒരു കുളത്തിൽ പോയി കണ്ണു കഴുകിയിട്ട് നോക്കിയപ്പം അവന് തോന്നിയത് മനുഷ്യരെല്ലാം മരങ്ങളെ പോലെ നടക്കുന്നു. ഇതിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാണുന്ന മനുഷ്യനെ എല്ലാം ഇവൻ പിടിച്ച് വെട്ടും, വിറകിന് വേണ്ടി അല്ലെങ്കിൽ തടിയുടെ ഉപയോഗത്തിന് വേണ്ടി. അവൻ തിരിച്ച് കർത്താവിൻ്റെ അടുക്ക് വന്ന് കർത്താവ് അവനെ തൊട്ട് സൗഖ്യമാക്കുവാനായിട്ടിടയായിത്തീർന്നു. പലപ്പോഴും ആത്മിക അന്ധതയാണ് നമ്മൾ സ്വജനത്തിനെതിരെ പ്രവർത്തിക്കുന്നതായ പ്രവർത്തനങ്ങൾക്ക് കാരണം. നമ്മൾ യഥാർത്ഥമായി കർത്താവ് നമ്മുടെ കണ്ണ് തുറന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ നമ്മളുടെ സഹോദരനെതിരായിട്ട് പ്രവർത്തിക്കത്തില്ല. ദൈവദാസിദാസന്മാരെ, ഇന്ന് ഈ നല്ല സമയത്ത് നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കട്ടെ, കർത്താവേ, എൻ്റെ കണ്ണിനെ ഒന്ന് തുറക്കണമേ, എൻ്റെ അന്ധതയൊന്ന് മാറ്റണമേ, ആത്മിക അന്ധത മാറ്റി എന്നെ ശരിയായ കാഴ്ചപ്പാട് തരുവാൻ കർത്താവിടുന്ന് കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ശക്തിയുള്ളതാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ശ്രവണ മുഖാന്തരമായി, വായന മുഖാന്തരമായി, അതുപോലെ തന്നെ അനുസരിക്കുന്ന മുഖാന്തരമായിട്ട് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നതാണ്. ആകയാൽ ഇന്ന് ഈ പ്രഭാത സമയത്ത് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ടൊന്ന് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം ശക്തമായിട്ടുള്ളതെന്ന് നമ്മൾ ഓരോ അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ ശ്രമിക്കും. കഴിഞ്ഞ ദിവസങ്ങളിലെ സാക്ഷ്യങ്ങൾ, തിരുവചന ശുശ്രൂഷകളിലൂടെയെല്ലാം നമ്മളത് മനസ്സിലാക്കിയിട്ടുള്ളവരാണ്. ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ശൈശവമായിരിക്കുന്ന സമയത്ത് തന്നെ കർത്താവിൻ്റെ വലിയ അത്ഭുതങ്ങളെ കണ്ട് ബലപ്പെട്ടിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ രക്ഷിക്കപ്പെട്ട് ഒരു മാസത്തിനുള്ളിൽ ഞാൻ രക്ഷിക്കപ്പെട്ട ആ സമയത്ത് തന്നെ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കുവാനായിട്ടിടയായിത്തീർന്നു. പിറ്റേ ദിവസം തന്നെ ഞാൻ ഉത്തര ഭാരതത്തിലെ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ തന്നെ സമർപ്പിക്കുവാനായിട്ടിടയായിത്തീർന്നു. കർത്താവ് അങ്ങനെ വലിയ കരുണ ചെയ്ത ഒരു വ്യക്തിത്വമാണ്. ഞങ്ങൾ ഒരു 7 യൗവനക്കാർ ഒരുമിച്ച് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. എല്ലാവരും തന്നെ ബൈബിൾ കോളേജിൽ പോയി. അപ്പോൾ പലരും വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ബൈബിൾ കോളേജിൽ പോയപ്പോൾ ഞാൻ അവിടെ ഒരു പുതിയതായിട്ട് തുടങ്ങിയതായ ഒരു ബൈബിൾ കോളേജിലാണ് പോയത്.
എൻ്റെ പാസ്റ്ററിൻ്റെ ഉത്തമ സ്നേഹിതൻ തുടങ്ങിയതായ ഒരു ഇതായതുകൊണ്ട് എന്നോട് പറഞ്ഞ് മറ്റുള്ളവരെക്കാൾ ദൈവവചനത്തിൽ ജ്ഞാനം കുറവായിരുന്നതിനാൽ എന്നെ അങ്ങോട്ട് അയക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അദ്ദേഹം ചെയ്തൊരു നല്ല കാര്യമാണ്. എനിക്ക് ആദ്യമൊക്കെ വിഷമം തോന്നിയെങ്കിലും ഇപ്പോഴെനിക്ക് മനസ്സിലായത് എനിക്ക് പറ്റിയ സ്ഥലം അവിടെയായിരുന്നു. കാരണം തിരുവചനത്തിലെ ഒരു കാര്യങ്ങളും എനിക്കറിയത്തില്ല. എനിക്ക് സ്വന്തമായിട്ടൊരു ബൈബിൾ ഇല്ലായിരുന്നു. ബൈബിൾ ഇല്ലാത്ത സമയത്ത് ഞാൻ പലരോടും പറയും, ഒരു ദിവസത്തേക്ക് ആ ബൈബിൾ ഒന്നുക ഞാൻ വായിക്കും. ഞാൻ ഒരു രാത്രിയിൽ ഇരുന്ന് 150 സങ്കീർത്തനങ്ങൾ ഒന്നിച്ചു വായിച്ചു തീർത്തിട്ടുണ്ട്. കാരണം പിന്നെ ഡെയിലി വായിക്കാനായിട്ട് എനിക്ക് എൻ്റെ ബൈബിളില്ല. ബൈബിള് കിട്ടണമെങ്കിൽ ഒന്നില്ലെങ്കിൽ തിരുവല്ലയിൽ പോകണം, അല്ലെങ്കിൽ കോട്ടയത്ത് പോകണം. അത് കിട്ടുമെങ്കിൽ എൻ്റെ പണമില്ല. ഒരു സാമ്പത്തികമായ സ്രോതസ്സും എൻ്റെ കയ്യിലില്ല. അപ്പോൾ പലരുടെയും ബൈബിൾ ഇങ്ങനെ കടം വാങ്ങിച്ച് ഞാൻ വായിക്കുമായിരുന്നു. ഒരു ദൈവദാസൻ, ഞങ്ങളുടെ സഹവിശ്വാസിയാണ് അദ്ദേഹം, മാസങ്ങളോളം തൻ്റെ ബൈബിൾ എനിക്ക് തന്നു. ഒരു ദിവസം അദ്ദേഹം തിരിച്ചു വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. ഞാൻ ആകെ വിഷമത്തിലാണ്. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ്, എൻ്റെ ഈ പണമില്ല, എനിക്കൊരു ജോലിയില്ല, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ എനിക്കൊരു ബൈബിള് തരണമെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ മറ്റൊരു ദാസനെ കർത്താവ് അയച്ചു, ഒരു പുതിയ ബൈബിളുമായിട്ട്. അദ്ദേഹം എൻ്റെ അടുക്കൽ വന്ന് എനിക്ക് അത് തരുവാനായിട്ട് ഇടയായിരുന്നു. അങ്ങനെ എനിക്ക് ആദ്യമായിട്ടൊരു ബൈബിൾ ലഭ്യമാകുവാനായിട്ട് തരുവാൻ കർത്താവ് കൃപ ചെയ്തു. കർത്താവ് എന്നെ ഇതുവരെ നടത്തിയതായ വിധങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കർത്താവിൻ്റെ ദാസനോട് പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം, തിരുവചനം പഠിച്ച് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങണം. കാരണം അനേകർ പാപത്തിൻ്റെ വഴിയിലൂടെ നടന്ന് നിത്യനാശത്തിലേക്ക് പോകുന്നു. അവരോട് ഈ നല്ല കർത്താവിനെ കുറിച്ച് പറഞ്ഞു, ഈ സുവാർത്ത എനിക്ക് പറയണം. അദ്ദേഹം എന്നെ ബൈബിൾ കോളേജിൽ കൊണ്ടുപോയി ആക്കി. ബൈബിൾ കോളേജിൽ പോകാൻ നേരത്തെ എൻ്റെ അധികം ഡ്രസ്സുകളില്ല. അന്ന് 2-3 ഡ്രസ്സൊക്കെയാണ് സാധാരണഗതിയിൽ ഒരു വ്യക്തിയുടെ പക്കലുണ്ടായിരുന്നത്. ഒരു സാമ്പത്തികമായി പരാധീനയിലുള്ള ഒരു കുടുംബത്തിൽ ജനിച്ചതുകൊണ്ട് എനിക്ക് ആ ഒരു പ്രയാസം. ഞങ്ങൾ 4 മക്കളാണ്. അച്ഛനും അമ്മയ്ക്കും 2 പേരും രോഗികളായിരുന്നു. അതുകൊണ്ട് വളരെ കഷ്ടതയിലൂടെ ഞങ്ങൾ കടന്നു പോകാനായിട്ട് ഇടയായിരുന്നു. എന്നാൽ പിന്നീട് കർത്താവ് ഗ്രഹിച്ചു ആ കഷ്ടത എനിക്ക് അനുഗ്രഹമായിരുന്നു എന്ന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഒരു ദൈവദാസൻ കിളിമാനൂരിൽ നിന്ന് കടന്നു വരുവാൻ, ഞങ്ങളുടെ അടുത്തുള്ളൊരു ദൈവദാസന് താൻ കിളിമാനൂരിൽ ദൈവവേല ചെയ്യുകയായിരുന്നു. അദ്ദേഹം വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ 2 പുതിയ ഷർട്ടുകൾ എനിക്ക് തന്നു. പുള്ളി വാങ്ങിച്ചു വെച്ചിട്ട് വർഷങ്ങളായിട്ട് ഇട്ടിട്ടില്ല. അങ്ങനെ കർത്താവ്, അതുപോലെ എൻ്റെ സഭാ ശുശ്രൂഷകനായ കർത്താവിൻ്റെ ദാസൻ തൻ്റെ പുതിയ പാലിന് പുതിയ ഷർട്ടും, അദ്ദേഹം നല്ല വണ്ണവും വയറും ഒക്കെ ഉള്ള ആൾ. ഞാനാണെങ്കിൽ മെലിഞ്ഞ് പെൻസിൽ പോലെ ഇരുന്നൊരു വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം പറഞ്ഞു, ഇട്ട് നോക്കുക. അവൻ പറഞ്ഞു. ഞാൻ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് വേണ്ടി തയ്ച്ചതുപോലെ. അങ്ങനെ വലിയ അത്ഭുതങ്ങളുടെയും ദൈവിക കരുതലുകൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുശേഷം ഫസ്റ്റ് ഇയർ പഠനം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് തന്നെ വേറൊരു മിഷണറി ട്രെയിനിങ് സെൻറ്റർ തുടങ്ങുവാനായിട്ട്. അപ്പോൾ വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അത്ര നല്ല ഒരു സാഹചര്യമല്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥനയും സുവിശേഷ പ്രവർത്തനമായിട്ട് നടക്കുന്നത് കൊണ്ട് വീട്ടുകാർക്ക് വലിയ താല്പര്യമില്ലായിരുന്നു എന്നെക്കുറിച്ച്. അപ്പോൾ ഞാൻ ചിന്തിച്ചു, അങ്ങനെയാണെങ്കിൽ അവിടെ പോയി തിരുവചനം പഠിക്കാമെന്ന് പറഞ്ഞു. അവിടെ പോയി തിരുവചനം പഠിക്കുവാനായിട്ട് ഇടയായത്. കർത്താവ് അനേകരെ
ആ സ്ഥലങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ ഒരു യോഗ്യതയുമില്ലാതെ എന്നെ അവിടുന്ന് പോയി. അവിടെ എനിക്ക് വേറൊരു ചർച്ച് ആ സമയത്ത് കിട്ടുവാൻ 20 വർഷത്തിലുപരിയായിട്ട് വിശ്വാസ ജീവിതത്തിൽ അനുഭവ സമ്പത്തുള്ളതായ ഒരു കൂട്ടായ്മയാണ് എനിക്ക് എൻ്റെ കയ്യിൽ തന്നത്. അങ്ങനെ ഞാൻ പ്രഥമ ചർച്ചായിട്ട് എലീം ചർച്ച്, IPC എലീം ചർച്ച്, മരങ്ങാട്ട് പള്ളി, നമ്മുടെ മാണി സാറിൻ്റെ ഒക്കെ സ്ഥലത്തിന് തൊട്ടടുത്തുള്ളതായ ഒരു ഭവനത്തിലാണ് ഞങ്ങൾ പ്രാർത്ഥന തുടങ്ങിയത്. അവിടെ ഏകദേശം 3 വർഷം ദൈവവേല ചെയ്യുവാൻ കർത്താവ് എളിയവനെ സഹായിക്കുവാനായിട്ടിടയായത്. ഞാൻ പലപ്പോഴും പറയുമ്പോൾ സങ്കീർത്തനത്തിൽ ഞാൻ പ്രബോധിച്ചു കഴിഞ്ഞിരുന്നു കഴിയുമ്പോൾ അവിടുത്തെ വിശ്വാസികളൊക്കെ സാക്ഷ്യം പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മൂപ്പനുണ്ട്. അദ്ദേഹം ഞാൻ പറയുന്നതിന് വലിയ മർമ്മങ്ങൾ വെളിപ്പെടുത്തുവാനായിട്ടിടയായത്. ഞാൻ പറഞ്ഞു, കർത്താവെ, ഇവരെന്നേക്കാളും വചന അറിവുള്ളവരാണ്, അതുകൊണ്ട് മറ്റേതെങ്കിലും ദൈവദാസനെ വിടണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. കർത്താവ് ഒന്നും എന്നോട് പറഞ്ഞില്ല. അന്ന് രാത്രി മുതൽ ഞാൻ കഴിക്കുന്ന ഓരോ ഭക്ഷണ സാധനവും ഒന്നില്ലെങ്കിൽ വോമിറ്റ് ചെയ്തു പോകും, അല്ലെങ്കിൽ വയറിളകി പോകാനുണ്ട്. ഒന്നാമത് ഞാൻ വളരെ മെലിഞ്ഞൊരു വ്യക്തിയായിരുന്നു. ഞാൻ വീണ്ടും മെലിയുവാണ്, മാക്സിമം മെലിഞ്ഞു. അപ്പോൾ എനിക്ക് എഴുന്നേറ്റ് നടക്കുവാനായിട്ടുള്ള ശക്തിയില്ല. ഞാൻ നിൽക്കുന്നത് കുറവലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. പോകേണ്ടത് മരങ്ങാട്ട് പള്ളിയിലാണ്. അപ്പൊ ബസ് കയറി പോകുമ്പോൾ നല്ല തിരക്കുള്ള സമയത്ത് ഞാൻ പറയും, കർത്താവ്, എനിക്ക് നിൽക്കുവാനായിട്ട് പറ്റും, ഇരിക്കുവാനായിട്ട് ഒരു സ്ഥലം. കർത്താവ് എന്നോട് ഹേമിപ്പിച്ചു, ഇന്ന സ്ഥലത്ത് പോയി നിൽക്കാമെന്ന്. അവിടെ പോയി ഞാൻ നിൽക്കുമ്പോൾ അവിടെയുള്ള ആ വ്യക്തി ഇറങ്ങുവാനായിട്ടുള്ള സ്റ്റോപ്പ്, അദ്ദേഹം ഇറങ്ങുമോ, എനിക്ക് അവിടെ ഇരിക്കുവാൻ. ഞാൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഉടനെ ഞാൻ ഉറങ്ങിപ്പോകും. അത്രയ്ക്ക് ക്ഷീണമാണ്. ഞാൻ ഉറങ്ങിക്കഴിഞ്ഞാൽ കറക്റ്റ് ഞാൻ ഇറങ്ങേണ്ട സ്ഥലമാകുമ്പോൾ ദൈവാത്മാവ് എന്നെ തട്ടി എഴുന്നേൽപ്പിക്കും. അങ്ങനെ ഞാൻ വേല ചെയ്തു. ഓടിച്ചെന്ന് ചർച്ചിൻ്റെ അവിടെയുള്ളതായ ഒരു ടോയ്ലറ്റിൽ ആദ്യമായിട്ട് ഞാൻ കയറിയിട്ടാണ് പിന്നെ ആരാധനയ്ക്ക് പോകുന്നത്. എൻ്റെ വയറ് മോശമാണ്. വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങളൊക്കെ തരുവാനായിട്ട്, എന്നാൽ കഴിച്ച് 10 മിനിറ്റ് അവിടെ ഉപയോഗിച്ച് തന്നെ ഞാൻ വൊമിറ്റ് ചെയ്തിട്ടാണ് പോലുള്ളൂ. ഞാൻ ഓർത്ത്, ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നതായോ ചെറുതായാലും വലുതായാലും ഓരോ കാര്യങ്ങളും കർത്താവിൻ്റെ ഹിതപ്രകാരമാണ് നടക്കുന്നതെന്ന് കർത്താവ് മനസ്സിലാക്കി. ഒരു ദിവസം ഞാൻ ചർച്ചിൽ ചെന്ന് 34 സങ്കീർത്തനം ഞാൻ എല്ലാ കാലവും യഹോവയും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കുമെന്നുള്ള വചനമെടുത്ത് സംസാരിച്ചു. ഞാൻ വലിയൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കി, റെഫറൻസൊക്കെ ലിസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് പോയത്. പക്ഷേ കർത്താവിൻ്റെ ആത്മാവ് എന്നോട് ഇടപെടുവാൻ തുടങ്ങി. എന്നെ കരങ്ങളിലേക്ക് എടുത്ത് ഉപയോഗിച്ചു. അപ്പോൾ ഞാൻ കാണുകയാണ് ഒരു വ്യക്തി, ഒരു വിശ്വാസി, ആരാണെന്ന് എനിക്കറിയത്തില്ല, താൻ ഒളിച്ച് സിഗരറ്റ് വലിക്കുന്നതായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞ്, കർത്താവ് എന്നെ കാണിക്കുന്നു, വർഷങ്ങളായ ഒരു വിശ്വാസി, ആരും കാണാൻ, തനിക്കും തൻ്റെ ഭാര്യയ്ക്കും മാത്രം അറിയാവുള്ളൂ, താൻ ഇടയ്ക്കിടയ്ക്ക് ബാത്റൂമിൽ പോയാണ് ഇതെല്ലാം വലിച്ചിട്ട് വരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിട്ടിരുന്നു കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക്, സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് സാക്ഷ്യം പറയുവാനും അവരുടെ മനപ്പാഠവാക്യം പറയുവാനായിട്ടുള്ള അവസരം. ഏറ്റവും അവസാനം എഴുതേക്കുന്നതായ ആ സെക്രട്ടറി ആദ്യമേ എഴുന്നേറ്റ് പറഞ്ഞു, പുള്ളി പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞു, നമ്മൾ ബാലൻ എന്ന് പറഞ്ഞുവെങ്കിലും ഈ ദൈവദാസന്
എന്നോട് കൂടെ ദൈവമുണ്ട്. കാരണം കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ വിശ്വാസ ജീവിതം നയിക്കുമെങ്കിലും എൻ്റെ ജീവിതത്തിൽ മാറ്റപ്പെടാത്തതായ ഒരു പാപമായിരുന്നു ഈ സിഗരറ്റ് പോലെ പുകവലി എന്ന് പറയുന്നത്. എന്നാൽ കർത്താവ് തൻ്റെ ആത്മാവിലൂടെ ദാസനോട് സംസാരിക്കുവാനായിട്ടിടയായത്. ഇന്നു മുതൽ ഞാൻ ഒരിക്കലും ആ ആ ഒരു പാപം ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് തൻ്റെ ജീവിതത്തെ പുനഃപ്രതിഷ്ഠിക്കുവാനായിട്ടിടയായത്. എൻ്റെ ആത്മീയ ശൈശവ സമയത്തുള്ളതായ ശുശ്രൂഷയിലുള്ള ഒരു സഭയാണ് IPC മലങ്ങാട്ടുപള്ളി എലീം ചർച്ച്. ഇന്നും ആ വിശ്വാസികൾ എന്നെ വിളിക്കും. ഇന്നും ഞാൻ നാട്ടിൽ പോകുമ്പോൾ അവരെ എല്ലാം പോയി കാണും. അവിടുത്തെ എത്ര ശുശ്രൂഷകന്മാർ അവിടെ അതിനുശേഷം വന്നു പോകും, അവരെല്ലാവരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. ദൈവമക്കളെ, ഞാൻ ഒരു സഭയിൽ മാത്രമാണ് നാട്ടിൽ ശുശ്രൂഷ ചെയ്തത്, മലയാളം സഭയിൽ. അതിനുശേഷം ഞാൻ നോർത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്നു. നോർത്ത് ഇന്ത്യയിൽ ഹിന്ദി പഠിക്കുവാനായിട്ടൊരു 3 മാസം ട്രെയിനിങ് ഉണ്ടായിരുന്നു. അതിനുശേഷം എന്നെ ഛത്തീസ്ഗഡിലേക്ക് വിട്ടു. ഞാൻ ഹിന്ദിയിൽ വലിയ പ്രസംഗങ്ങളെല്ലാം തയ്യാറാക്കിയിരിക്കുകയാണ്, പുതിയ സ്ഥലത്ത് പോയി പ്രസംഗിക്കുവാനായിട്ട്. ചെന്നു കഴിഞ്ഞപ്പോൾ എന്നെ വിട്ടതൊരു പുതിയ സ്ഥലത്തേക്കാണ്. അവിടുത്തെ ജഗ്ദൽപൂർ നഗരത്തിൽ നിന്ന് ഒരു 20-25 കിലോമീറ്റർ ദൂരമുള്ള ഒരു ആദിവാസി മേഖലകളിലേക്കാണ് എന്നെ വിട്ടത്. ഞങ്ങൾ ആദ്യം സൈക്കിൾ ചവിട്ടിയോടെ ചെന്നു. ഒരു വീട് കണ്ട് ഞങ്ങൾക്ക് വാടകയ്ക്ക്. എന്താ ചെയ്യണമെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു പാസ്റ്ററാണെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു പാസ്റ്ററിന് ഇവിടെ ഇല്ല, ക്രിസ്ത്യാനികൾക്കില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെയെല്ലാം നടന്ന് അവസാനം ബ്രാഹ്മണന്മാരുടെ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് അവരും പറഞ്ഞില്ല, ക്രിസ്ത്യാനികൾക്ക് ഇവിടെ കൊടുക്കത്തില്ലെന്ന്. പിറ്റേ ദിവസം ഞങ്ങൾ മുടിയെല്ലാം വെട്ടിച്ച് ഷേവെല്ലാം ചെയ്ത് വ്യത്യസ്തമായ ഡ്രസ്സ് ധരിച്ചു അവിടെ വീണ്ടും ചെന്നു. അപ്പോൾ എന്താ ജോലി എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്ററിന്റെ സ്ഥാനത്ത് മാ ഉപയോഗിച്ച് മാസ്റ്ററാണെന്ന് പറഞ്ഞു. അപ്പൊ ഗുരുജി എന്ന് അവർ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അവിടെ സ്ഥലം തരുവാനായിട്ട് ആദ്യമായി ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ബെഡ്ഷീറ്റുണ്ട്. അത് ഞാൻ എൻ്റെ കൂടെ വന്നതായ ദേവദാസനെ വിരിച്ചു കിടക്കും. ഞാനൊരു ചണച്ചാക്കിൽ കിടക്കുകയാണ്, ഉറങ്ങി. അതിനുശേഷം പിറ്റേ ദിവസം അദ്ദേഹം കടന്നു പോകാനായിട്ട് ഇടയായിരുന്നു. ഞാൻ അവിടെ എൻ്റെ ജീവിതം ആരംഭിച്ചു, ശുശ്രൂഷ ജീവിതം. ഞാൻ എല്ലാ ദിവസവും ട്രാക്സുമായിട്ട് പോകും. എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവിടെയുള്ള പ്രശ്നം, അവിടെ എല്ലാവരും നിരക്ഷരരാണ്. അപ്പോൾ എല്ലാവരും വായിക്കാനായിട്ട് അറിയത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചു തരും. എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ കൊണ്ടുവന്ന ട്രാക്സ് അതുപോലെയുണ്ട് എൻ്റെ മക്കൾ. ഞാൻ വിഷമിച്ച് ഉടനെ ഞാൻ ഒരു കാര്യം കർത്താവിനോട് പറഞ്ഞു, നിങ്ങളെ മക്കൾ പഠിക്കുന്നുണ്ട്, അവരെ കൊണ്ട് വായിപ്പിക്കാൻ പറഞ്ഞു കൊടുത്തു. അവർക്ക് വായിക്കാനായിട്ട് അറിയത്തില്ലെങ്കിലും ഞാൻ നിർബന്ധിച്ചു കൊടുക്കും. കാരണം ചർച്ചിലൊരു നിയമമുണ്ട്, റിപ്പോർട്ട് എഴുതണം. എത്ര ട്രാക്സ് കൊടുത്ത്, എത്ര ബൈബിൾ കൊടുത്ത്, എത്ര പുതിയ നിയമം കൊടുത്ത്, എത്ര പേര് രക്ഷിക്കപ്പെട്ട്. 6 മാസമായിട്ടും എനിക്ക് ഒരാൾ പോലും രക്ഷയിലേക്ക് വന്നില്ല. ഞാൻ വളരെ വിഷമത്തിലായി. എനിക്കന്ന് 650 രൂപയാണ് സപ്പോർട്ട് കിട്ടിയിരിക്കുന്നത്. 200 രൂപ വാടകയാകും, 100 രൂപ ടൈത്തായിട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ സൈക്കിളിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി കുറച്ച് പൈസ കൈ വെക്കും. ബാക്കിയുള്ള സാധനങ്ങൾ കൊണ്ട് പൈസ കൊണ്ട് സാധനങ്ങൾ മേടിച്ചു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് എൻ്റെ ഭക്ഷണ സാധനങ്ങളെല്ലാം തീരുമായിരുന്നു. പിന്നെ ഒരാഴ്ച ഭക്ഷണം കഴിക്കുക, 3 ആഴ്ച പട്ടിണി എന്ന് പറയാതിരിക്കാനായിട്ട് ഞാൻ എന്ത് ചെയ്യും, ഫാസ്റ്റിംഗ് അങ്ങ് പ്രഖ്യാപിക്കും. എല്ലാ മാസവും 21 ദിവസം ഫാസ്റ്റിംഗ് ആണ്.
അപ്പോൾ ഞാൻ മാക്സിമം ക്ഷീണിച്ചു. എൻ്റെ വയറ് ചൂടാകുവാനായിട്ട് ഇടയായിത്തീർന്നു. എൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡും അതുപോലെ തന്നെ ചളിയും പോകാനായിട്ട് ഇടയായി. എനിക്ക് എവിടെ പോയാലും ഒരു മണിക്കൂറിൻ്റെ ഒരു പ്രാവശ്യം കക്കൂസി പോയേ പറ്റുള്ളൂ. ഞാൻ വളരെ വിഷമത്തിലായി. ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വ്യക്തി വന്നു. ഇന്ന് ചർച്ചിലൊരു നിയമം ഉണ്ടായിരുന്നൊരു ബോർഡ് വെക്കണം, പേർഷേബ ചർച്ച് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ ക്രൂശ് വരച്ച ഒരു വ്യക്തി ഹിന്ദു ആയതുകൊണ്ട് വരച്ചു കഴിഞ്ഞപ്പോൾ ക്രൂശിന്റെ കാലിന് ഇച്ചിരി നീളം കൂടി. അപ്പൊ ഒരു ആദിവാസി പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡോക്ടർ താമസിക്കുന്നത്. പുള്ളിയുടെ വൈഫിന് പനിയായി കഴിഞ്ഞാൽ പുള്ളി മരുന്ന് മേടിക്കാനായിട്ട് എൻ്റെ അടുത്ത് വന്നു. അവിടുത്തെ ഒന്ന് വീട്ടുകാരനോട് ചോദിച്ചു, ഡോക്ടർ എവിടെയാണ് താമസിക്കുന്നത്? ഇവിടെ ഡോക്ടർ ഒന്നും. പിന്നെ ഈ ബോർഡ് ആരുടെയാന്ന് ചോദിച്ചാൽ അതിവിടെ ഒരു ആള് താമസിക്കുന്നത്. പുള്ളി പറഞ്ഞു എനിക്ക് കാണണം. പുള്ളി എന്ന് പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ഭാര്യ വളരെ പനിയാൽ ഭാരപ്പെടുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഡോക്ടറല്ല, പാസ്റ്ററാണ്. ഞാൻ മരുന്ന് കൊടുത്തല്ല സൗഖ്യമാക്കുന്നത്, പ്രാർത്ഥിച്ചാണ്. പുള്ളി പറഞ്ഞ് എങ്ങനെയായാലും സൗഖ്യം മതി, പ്രാർത്ഥിച്ചാലും വേണ്ടിയില്ല, മരുന്ന് തന്നാലും വേണ്ടി. ഞാൻ എൻ്റെ സൈക്കിൾ എടുത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ പോകാൻ, ഞാൻ വലിയ ആദ്യത്തെ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് പോകുന്ന അതിസന്തോഷത്തോടു കൂടി പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ വിശ്വാസമെല്ലാം ആവിയായിട്ട് പോയി. കാരണം ആ കഷ്ടപ്പെട്ട അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയെ കണ്ട് അവിടെ നെറ്റിയിലൊന്ന് കൈവച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ കൈ പൊള്ളുന്നതായ എനിക്ക് തോന്നി ഇവരിപ്പോൾ തന്നെ തീരും. എൻ്റെ മുമ്പിൽ വലിയൊരു പരിശോധനയായിരുന്നു, ഒരു പരീക്ഷയായിരുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ സഹോദരിയെ സൗഖ്യമാണ്. ഇന്ത്യയിൽ തുടങ്ങി ഇംഗ്ലീഷിൽ കടന്ന് ഇംഗ്ലീഷിൽ നിന്ന് മലയാളത്തിലേക്ക് ചെന്ന് മലയാളത്തിൽ നിന്ന് ദൈവാത്മാവ് ഹേമിച്ച പോലെ അന്യഭാഷ ഞാൻ പ്രാർത്ഥിച്ചു. 25 മിനിറ്റോളം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് എൻ്റെ ഉള്ളിൽ ഒരു സമാധാനം തന്നു. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ആമേന്ന് പറഞ്ഞു ആ സ്ത്രീയുടെ തലയിൽ നിന്ന് കൈയെടുത്ത് ഞാൻ കണ്ണു തുറന്നപ്പോൾ എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റും, എൻ്റെ കണ്ണിനെ തന്നെ. കാരണം ഒരു ചാക്കിൽ കിടന്നതായ ആ സ്ത്രീ ഞാൻ നോക്കുമ്പോൾ മുട്ടയിൽ നിൽക്കുകയാണ്. അവരിങ്ങനെ വേർത്ത് കുളിച്ച് നിൽക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. അവർക്കും വലിയൊരു അത്ഭുതം. ആദ്യമായിട്ടാണ് ഒരാൾ പ്രാർത്ഥിച്ച് രോഗി സൗഖ്യമാകുന്നത് കാണുന്നത്. അപ്പോൾ അതൊരു ശനിയാഴ്ച ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, നാളെ നമുക്ക് പ്രാർത്ഥന നടത്തണം. പൈതലിനെ കർത്താവ് സൗഖ്യമാക്കിയില്ലേ. അപ്പോൾ അവളുടെ ചേട്ടൻ്റെ മകൻ്റെ വീട്ടിൽ ഒരു ചെറിയൊരു ഹോള് പോലെ ഇതുണ്ടായിരുന്നു. അത് മണ്ണിനാൽ നിർമ്മിച്ചതായ ഭിത്തിയൊക്കെയാണ്. മണ്ണുകൊണ്ട് തന്നെ, പശപ്പുള്ള മണ്ണായത് മണ്ണ് കൊണ്ടാണ്, ചാണകം കൊണ്ടല്ല. അപ്പൊ എനിക്കൊരു കമ്പിളിയുടെ ഒരു കഷ്ണം ഇരിക്കുവാൻ നിന്ന് അവരെല്ലാം ആ നിലത്തിരിക്കുവാന്ന്. ഞങ്ങളൊരു 5 പേര് ഇരുന്ന് പാട്ടുപാടി പ്രാർത്ഥന തുടങ്ങി. എനിക്കാകെ ഒരൊറ്റ പാട്ട് ഹിന്ദി അറിയാവുള്ളൂ, മുക്തിദിലായ യേശുന. നമ്മുടെ തെറ്റായ ചിന്തകളിലൂടെയും കർത്താവിൻ്റെ മഹത്വം അവിടെ വെളിപ്പെടുമെന്ന് കർത്താവ് എന്നെ കാണിച്ചു. നമ്മളിവിടെ കണ്ട 3 മണിക്കൂർ ആരാധനയുണ്ടല്ലോ, ഞാനിതൊരു 10 പ്രാവശ്യം ഈ പാട്ട് പാടി. ഇവര് കൈയടിക്കുന്നത് ഈ നമ്മുടെ കടുക് വറുക്കുമ്പോൾ കടുക് പൊട്ടുന്ന പോലുള്ളതായ രീതിയിലുള്ള കൈയുടെ താളമൊന്നുമില്ല. ഞാൻ ആരാധിച്ച് കണ്ണു തുറന്നു നോക്കി കഴിയുമ്പോൾ എൻ്റെ കണ്ണിനെ എനിക്ക് വിശ്വസിക്കുകയാണ്. 5 പേരിരുന്നോടത്ത് 50 പേര്. ഞാൻ അവരോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ വരുവാനായിട്ട് ഇടയായി തീർന്നത്? അവർ പറഞ്ഞു, ഒരു പൈതൽ പറഞ്ഞു, അവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുള്ള ആളാണ്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലായി, അദ്ദേഹം എന്നെ ചീത്തയാ പറഞ്ഞു. ഒരിക്കൽ ഞാൻ നദിയുടെ തീരത്ത് കുളിക്കുവാൻ പോയ സമയത്ത് ഇവനവിടെ കാലുമേയ്ക്കാൻ വന്നു. ഞാൻ അവനോട് സുവിശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവനൊന്നും മനസ്സിലായി, അവന് ഹിന്ദി അറിയത്തില്ല. അവന് അവിടുത്തെ ബത്രി എന്ന് പറഞ്ഞാൽ ഒരു ഗോത്രഭാഷ മാത്രമാണ് അറിയാവുള്ളത്. അവനെന്നെ ചീത്ത പറഞ്ഞു. എനിക്ക് ചീത്ത അറിയത്തില്ല, അവന് സുവിശേഷം അറിയത്തില്ല.
ഞാൻ കൊടുത്ത സുവിശേഷം എൻ്റെ പക്കലിരുന്നു. അവൻ പറഞ്ഞു ചീത്ത അവൻ്റെ കയ്യിലിരുന്നു. ഞാൻ ഇന്ന് ആ ആരാധന തുടങ്ങിയ ദിവസം അവൻ ആ വീടിനടുത്തൂടെ കാലിമേയ്ക്കുവാനായിട്ട് പോവുകയായിരുന്നു. അപ്പോഴാണ് ഇവന് ഈ പാട്ട് കേട്ടത്. ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ ഉടനെ ഈ അവൻ്റെ ഉള്ളിലിരുന്ന് ആരോ പറഞ്ഞു, കാലികളെയൊക്കെ കൊയ്ത്ത് കഴിഞ്ഞതായ സ്ഥലത്തേക്ക് വിട്ടിട്ട്, വയലിലേക്ക് വിട്ടിട്ട് നീ അവിടെ പോയിരിക്കുക. അവനിരുന്നു. മറ്റൊരു സ്ത്രീ ചോറ് വയ്ക്കുവാനായിട്ട് അരിക്ക് വെള്ളം വെച്ച് തിളപ്പിച്ച് അരി പാറ്റിയെടുത്ത് അരി കഴുകാൻ പോകുന്ന സമയത്താണ് ഈ പാട്ട് കേട്ടത്. അപ്പൊ അവിടെ ഉള്ളിൽ ആരോ പറഞ്ഞു, നീ തിളച്ച വെള്ളമെടുത്ത് അടുപ്പിലെ തീ കെടുത്തിട്ട് നീ അവിടെ പോയിരിക്കുക. അങ്ങനെ ഓരോരുത്തരോടും ദൈവം ഇടപെട്ട് അവിടെ കൊണ്ടുവരുവാനായിട്ട് ഇടയായിരുന്നു. അവിടെ എൻ്റെ ആദ്യ ഫലമായിട്ട് നോർത്ത് ഇന്ത്യയിലെ ആദ്യ ചർച്ച് അവിടെ സ്ഥാപിക്കപ്പെടുവാന് ഏകദേശം 40 പേരോളം അവിടെ സ്നാനപ്പെടുവാനായിട്ട് ഇടയായിരുന്നു. കർത്താവിൻ്റെ അത്ഭുതങ്ങൾ വലുതാണ്. എൻ്റെ ഒരു സാക്ഷ്യത്തിൻ്റെ നോർത്ത് ഇന്ത്യൻ സാക്ഷ്യത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് ഞാൻ പറഞ്ഞത്. നമുക്കും ദാവീദിനെ പോലെ പ്രാർത്ഥിക്കാം. കർത്താവെ, നിന്റെ വചനത്തിലെ, നിന്റെ ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണുവാൻ തക്കവണ്ണം, അത്ഭുതങ്ങളെ അനുഭവിക്കുവാൻ തക്കവണ്ണം എൻ്റെ കണ്ണിനെയും എൻ്റെ ജീവിതത്തെയും തുറക്കണം. സമയത്തിന് പൂർണ്ണമായി ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, എത്ര ശക്തമായിട്ടുള്ള ദൈവവചനവും സാക്ഷ്യവും ഒക്കെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. നമ്മുടെ ഏതെല്ലാം സാഹചര്യത്തിൽ കൂടെ പോയാലും കർത്താവ് വിശ്വാസമുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ കൈവിടുന്നില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത അതിശയങ്ങൾ അവിടെ സംഭവിക്കുമെന്നാണ് നമ്മൾ കേട്ടത്. ഇവിടെ നമ്മൾ കേട്ടത് എന്താണ്? ദാവീദിന്റെ പ്രാർത്ഥനയാണ്, ദൈവമേ ജീവിച്ചിരിക്കേണ്ടതിന് എനിക്ക് നന്മ ചെയ്യണമേ. വേറൊരു പ്രാർത്ഥന, ദാവീദിന്റെ പ്രാർത്ഥനയുണ്ട്, ഞാൻ മരിക്കുകയില്ല, നിശ്ചയം ഞാൻ ജീവനോടെ ഇരുന്ന യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇവിടെ പറയുകയാണ്, ഞാൻ മരിക്കാതെ ജീവനോടെ ഇരിക്കേണ്ടതിന് നീ എന്നെ സഹായിക്കണം, നീ എനിക്ക് നന്മ ചെയ്യണം. അതുപോലെ തന്നെ പറയണം, ന്യായപ്രമാണത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമേ. അന്ന് ന്യായപ്രമാണമാണ് അവരുടെ ദൈവത്തിന്റെ വെളിപാട്. തിരുവെഴുത്തെന്ന് പറയുന്ന ന്യായപ്രമാണമാണ്. ഇന്ന് നമുക്ക് ദൈവഹിതത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് എൻ്റെ കണ്ണുകളെ തുറക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാന്ന് വെച്ചാൽ, ദൈവഹിതം പലപ്പോഴും നമുക്ക് മനസ്സിലാകുന്നതല്ല. നമ്മുടെ ജീവിതത്തിലെ ദൈവഹിതം പലപ്പോഴും നമുക്ക് ഇഷ്ടമില്ലാത്തത് ആയിരിക്കും ദൈവം നമ്മളോട് പറയുന്നത്. എന്നാൽ അതിലെ അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ അതിലുണ്ട്. നമ്മൾ കേട്ടല്ലോ, വളരെ ഒരു സാഹചര്യവും ഇല്ലാത്തിടത്തേക്കാണ് പോയത്. അത് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് ആദ്യത്തെ ഒരാഴ്ച ആകുമ്പോഴത്തേക്ക് കയ്യിലുള്ള പൈസ തീരും. പിന്നെ 21 ദിവസം ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. പ്രിയമുള്ളവർ, അങ്ങനെ ദൈവഹിതം എന്താണെങ്കിലും അതിലൂടെ, ആ കഷ്ടപ്പാടിലൂടെ, പ്രതിസന്ധികളിലൂടെ, ആ പ്രതികൂലങ്ങളുടെയൊക്കെ മധ്യത്തിൽ ദൈവത്തിൻ്റെ അതിശയങ്ങൾ കാണാനായിട്ട് ഭാഷ അറിയാത്ത ആ ഒരു സ്ഥലത്ത് ചെന്ന് അവിടെ അത്രയും പേരെ വന്ന് 5 പേരെ കണ്ടുകൊണ്ട്, അല്ലെ 4-5 പേരെ കണ്ട് പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥന കഴിഞ്ഞപ്പോഴത്തേക്ക് 50 പേരെ അവിടെ വന്നു എന്ന് പറഞ്ഞാൽ അതിൽ പകരം എന്തോ ഒരു അത്ഭുതമുണ്ട്. പ്രിയമുള്ളവരെ, ജീവിച്ചതായിട്ടുള്ള ആ സാഹചര്യങ്ങളൊക്കെ നമ്മൾ കേട്ടല്ലോ. എന്നാൽ വിശ്വാസത്തോടുകൂടെ കർത്താവിൻ്റെ ദാസൻ യാതൊരു സാഹചര്യങ്ങളും ഇല്ലാത്തിടത്ത് വിദ്യാഭ്യാസപരമായിട്ടും സാഹചര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ ബൈബിള് പഠിക്കാവുന്നതിന് അതിനുമുള്ള ആഴമായിട്ടുള്ള പഠനങ്ങളോ അതൊന്നും പറ്റിയില്ല. എന്നാൽ തനിക്ക് ലഭിച്ചതായ ആ വെളിച്ചം, ആ കർത്താവിൻ്റെ ഹിതം, ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ആ സുവിശേഷ പ്രവർത്തനം ചെയ്യാനുള്ള അദമ്യമായിട്ടുള്ള ആ താല്പര്യത്തോടുകൂടെ പോയപ്പോൾ കർത്താവ് അവിടെ അതിശയങ്ങൾ ചെയ്തു. പ്രിയമുള്ളവരെ, ഇന്ന് ഇത് തന്നെയാണ് കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നത്. നമ്മൾ നോക്കുമ്പോൾ സാഹചര്യങ്ങളില്ലായിരിക്കാം, അല്ലെ നമ്മൾ നോക്കുമ്പോൾ വളരെ പരിമിതികളാണ്, നമുക്കിത് ചെയ്യാനുള്ള കഴിവില്ല, ഭാഷ അറിയത്തില്ല, അല്ലെങ്കിൽ അതിനുള്ള സംഘടനാ പാഠമില്ല. പാസ്റ്ററാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ വരണ്ട, പൊക്കോളാൻ പറഞ്ഞു. എന്നാൽ ഒരു വാക്ക് അങ്ങോട്ട് മാറ്റിയപ്പോഴത്തേക്ക് അവർ വലിയ സ്വീകരണം. പാസ്റ്റർ എന്നുള്ള മാസ്റ്റർ ആയപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ടുള്ള സ്വീകരണം നൽകിയല്ല. കർത്താവാണ് നമ്മുടെ മാസ്റ്റർ. കർത്താവ് മാസ്റ്ററാണെങ്കിൽ നമ്മളെയും കർത്താവ് മാസ്റ്റർമാരായിട്ടാണ് വിടുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് ഈ മീറ്റിംഗ് ലീഡ് ചെയ്ത പാസ്റ്റർ AK രാജൻ
രാജൻ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അത് ആരും ആകാം, എല്ലാവർക്കും ആ പേരുണ്ട്. ഏത് മതക്കാരും ക്രിസ്ത്യാനിയാണെങ്കിലും ഹിന്ദു ആണെന്ന് നമുക്കറിയത്തില്ല. പക്ഷേ കർത്താവിൻ്റെ ദാസന് ഒരു ഹിന്ദു ആയിരുന്നു. യാതൊരു വിധത്തിലും സുവിശേഷ പ്രവർത്തനങ്ങളോ ഒന്നും ഒരു താല്പര്യമോ ഒന്നുമില്ലാത്ത ഒരാൾ, എന്നാൽ ഒരു കൺവെൻഷൻ നടന്നപ്പോൾ അതിൻ്റെ ഏറ്റവും പുറകിൽ പോയിരുന്നതാണ് ഇത് എന്താണെന്നൊന്ന് മനസ്സിലാക്കാനായിട്ട്. അദ്ദേഹമാണ് ഇന്ന് IPCയുടെ പാസ്റ്ററായിട്ട് കൊച്ചിയിലെ സേവനം അനുഷ്ഠിക്കുന്ന, എത്ര മഹത്തായിട്ടുള്ള ശുശ്രൂഷ ചെയ്യുന്നു. അതുപോലെ തന്നെ സുനിൽ പാസ്റ്റർ, സുനിലെന്ന് പറഞ്ഞാലും എല്ലാ 2 മതങ്ങളിലും ആ പേരുണ്ട്. ഇപ്പോൾ പോളെന്ന് പറഞ്ഞാൽ പൗലോസെന്നോ പോളെന്നോ ജോണെന്നോ ഒക്കെ പറഞ്ഞാൽ നമുക്കറിയാം അത് ക്രിസ്ത്യാനിയാണ്. എന്നാൽ പ്രിയമുള്ളവർ, ഇവർ രണ്ടുപേരും ഹൈന്ദവരായിരുന്നു. എന്നാൽ ഇപ്പോൾ നോക്ക്, ഇവർ രണ്ടുപേരും പാസ്റ്റർമാരായിട്ട് പ്രവർത്തിക്കുകയാണ്. അതിൽ പകരം ഒരു സാക്ഷ്യം എന്തുകൊണ്ട്? കർത്താവ് വിളിച്ച്, കർത്താവിൻ്റെ വിളി കേട്ട് ഒന്നാണ്. നമ്മളിൽ നമ്മൾ ഈ പ്രയർ ലൈനിലുള്ള മിക്കവരും നമ്മൾ ക്രിസ്ത്യാനിയല്ല. ഞാൻ പെന്തക്കോസ്തുകാരനല്ലായിരുന്നു, ഞാൻ മാർത്തോമാക്കാരനായിട്ട് ആണ്. എന്നാൽ ഞാൻ സുവിശേഷ വേലയ്ക്ക് പോകാനായിട്ട്, പൂർണ്ണസമയ സുവിശേഷ വേലയ്ക്ക് പോകാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിപ്പോയ ഒരാളാണ്. അന്ന് മാർത്തോമാ സഭയിലെ സുവിശേഷ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അച്ഛനാകുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ സുവിശേഷ സംഘത്തിൻ്റെ പൂർണ്ണസമയ ഉപദേശിയാകാം. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിൻ്റെ വിളി നമ്മൾ കേട്ട് പോകുന്നുവെങ്കിൽ, വിശ്വാസത്തോടെ നമ്മൾ പോകുന്നുവെങ്കിൽ കർത്താവിന് വലിയ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ സുനിൽ പാസ്റ്ററുടെ ജീവിതത്തിൽ നമ്മൾ കേട്ടല്ലോ, ഞാൻ മരിക്കുകയില്ല, ഞാൻ ജീവനോടെ ഇരുന്ന് യഹോവയുടെ പ്രവർത്തികളെ വർണ്ണിക്കും, ജീവിച്ചിരിക്കാൻ എനിക്ക് നന്മ ചെയ്യണമേ. അത് സുനിൽ പാസ്റ്ററിന്റെ ജീവിതത്തിൽ 100% അത് ശരിയാണ്. നമ്മളെ ഈ പ്രയർ ലൈനും ഒക്കെ ആരംഭിച്ചതിന് ശേഷമാണ്, 4-5 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിന് ഒരു ദിവസം, നമുക്ക് അറിയാമല്ലോ, ഇന്ത്യൻ സമയം 10:30-ക്കുള്ള പ്രാർത്ഥനയുണ്ട്. അങ്ങനെ ഒരു പ്രാർത്ഥന നടന്നുകൊണ്ടിരുന്നപ്പോഴാണ്, സുനിൽ പാസ്റ്ററാണല്ലോ ആ പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. ഈ ഇന്ത്യൻ സമയം രാത്രി 10:30-ക്ക് ഇപ്പോഴും ഉണ്ട് ആ പ്രാർത്ഥന. മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമ്മൾ കുറച്ചുപേര് ചേർന്ന് വന്ന് പ്രാർത്ഥിക്കുക. ഒരു ദിവസം അദ്ദേഹം പ്രാർത്ഥന ലീഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വീഴുന്നത് 12 മണി മുതൽ 1 മണി വരെ ആയിരുന്നു. നേരത്തെ 10:30-ക്കല്ല, 12 മുതൽ 1 വരെയായിരുന്നു. ഇപ്പോൾ അത് 10:30 മുതൽ 11:30 വരെ ആക്കി. അപ്പോൾ എന്തോ വീഴുന്നതായ ശബ്ദം കേട്ടു. അദ്ദേഹത്തിൻ്റെ സംസാരം നിന്നുപോയി. അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് അദ്ദേഹം ബോധം കെട്ട് വീണതായിരുന്നു. അത് പിന്നീട് ഉള്ള ടെസ്റ്റിലൊക്കെ മനസ്സിലായി അദ്ദേഹത്തിന് ക്യാൻസർ ആണെന്ന് മനസ്സിലായി. എത്ര ദുഃഖകരമായിട്ടുള്ള, എത്ര ആശങ്കാജനകമായിട്ടുള്ള ദിവസങ്ങളായിരുന്നു അതൊക്കെ. മരണത്തെ തൊട്ട് മുമ്പിൽ കണ്ടതായ ദിവസങ്ങൾ. എന്നാൽ കർത്താവ് കൊടുത്ത ആ സൗഖ്യം ഇത്രത്തോളം ഈ പ്രയർ ലൈൻ നടത്തുന്നതിനും, രാജൻ പാസ്റ്റർ പറഞ്ഞു കേട്ടല്ലോ, അന്ന് ഡോക്ടർ പറഞ്ഞ എന്താണ്? ജീവിക്കത്തില്ല, ഏതാനും ദിവസങ്ങളേ ഉള്ളൂ, അല്ലെ ജീവിച്ചാൽ തന്നെ ശയ്യാവലംബി ആയിപ്പോവും, ഒരു വശം തളർന്നു പോകും എന്നൊക്കെയാണ് മെഡിക്കൽ സയൻസ് പറഞ്ഞത്. എന്നാൽ കർത്താവിൻ്റെ ദാസൻ ഇത്രത്തോളം ശക്തിയോടുകൂടെ ആയിരിക്കുന്നതിന് കർത്താവ് സഹായിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വിളി കേട്ട് വിശ്വാസത്തോടുകൂടെ നാം പോകുന്നുവെങ്കിൽ അതിശയങ്ങൾ ഏലിശായുടെ സമയത്ത് മാത്രമല്ല, ഇന്ന് നമ്മുടെ മുൻപിൽ അതിശയങ്ങളുണ്ട്. അന്ന് ജീവിച്ച ദൈവം ഇന്നും ജീവിക്കുന്നു, അതിശയങ്ങൾ ചെയ്യാൻ ശക്തനാണ്. ഒരേ ഒരു പരിമിതി നമ്മുടെ അവിശ്വാസമാണ്. ഗേഹസി പറഞ്ഞ പോലെ, അയ്യോ നമ്മൾ എന്തോ ചെയ്യുമെന്ന് പറഞ്ഞ പോലെ നമ്മൾ പറയുന്നത്. എന്നാൽ ഏലിശ പറഞ്ഞ പോലെ പറയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. അതുകൊണ്ട് നമുക്ക് വിശ്വാസത്തോടുകൂടെ, പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ ദാസന് ശാന്തനായിട്ടൊക്കെ പറഞ്ഞുവെങ്കിലും എത്ര ആഴമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ ഒരു പ്രഖ്യാപനമായിരുന്നു. താൻ നേരിട്ടതായിട്ടുള്ള യാതൊരു സാഹചര്യങ്ങളും ഇല്ല. എന്നാൽ കുടുംബത്തിൽ നിന്നാണെങ്കിലും പ്രതികൂലങ്ങളുള്ളിടത്ത് വിശ്വാസത്തോടുകൂടെ താൻ പോയപ്പോൾ എനിക്ക് ലഭിച്ചതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഒക്കെ ഇപ്പോഴും പ്രതികൂലങ്ങളുടെയൊക്കെ മധ്യത്തിലായിരിക്കുന്നത്. സാമ്പത്തികമായിട്ടും മറ്റു രീതിയിലുള്ള പ്രതികൂലങ്ങളൊക്കെ ഉണ്ടെന്നാൽ, എന്നാൽ വിശ്വാസത്തോടുകൂടെ പോകുന്നുവെങ്കിൽ ഈ ദൈവം നമ്മെ നടത്താനായിട്ട് വിശ്വസ്തനാണ്. അതാണ് ഇന്ന് നമ്മൾ കേട്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ പ്രതികൂലങ്ങളും വെല്ലുവിളികളും ഒക്കെ ഉണ്ട്. എന്നാൽ ആ വെല്ലുവിളികളുടെ മധ്യത്തിൽ കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെന്നുള്ള ആഴമായിട്ടുള്ള വിശ്വാസമുള്ളവരായിട്ട് നമുക്ക് ശക്തരായിട്ട് മുന്നോട്ട് പോകാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ ദാസനെയൊക്കെ രാജൻ പാസ്റ്ററും അതുപോലെ തന്നെ സുനിൽ പാസ്റ്ററും ചെയ്യുന്നതായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.